പാലക്കാട് യുവതിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിലായി. പോലീസ് കസ്റ്റഡിയിലായിരുന്ന വണ്ടിത്താവളം സ്വദേശി സുബ്ബയ്യനാണ് അറസ്റ്റിലായത്. പാലക്കാട് ASI രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പറയൂ. ഗൗതം, പാലക്കാട് നഗരമധ്യത്തിൽ അതിക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനവും ഒപ്പം കൊലപാതകവുമാണ് നടന്നിരിക്കുന്നത്. മിനിഞ്ഞാന്ന്, അതായത് 30-ാം തീയതി രാത്രിയാണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷന് ഒരു 100 മീറ്റർ അപ്പുറത്തുള്ള സ്റ്റേഡിയം ബൈപ്പാസ് റോഡിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. 46 വയസ്സുകാരി, അവർ കുറച്ചു കാലമായി വീട് വിട്ട് പുറത്ത് റോഡിലും മറ്റും അലഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. വണ്ടിത്താവളം സ്വദേശിയായ സുബ്ബയ്യൻ എന്നയാളാണ് ഈ സ്ത്രീയെ, 46-കാരിയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ലൈംഗികമായി പീഡിപ്പിച്ചാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവരുടെ വായ അടച്ചു പിടിക്കുകയും ഒപ്പം നട്ടെല്ലിനും അതുപോലെ തന്നെ വാരിയലിനുമൊക്കെ ക്ഷതമേറ്റിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ്. മിനിങ്ങാന്ന് രാത്രി ഈ ഒരു സംഭവം നടന്നതിന് ശേഷം, ഇവരെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് ശേഷം, കൊലപാതകം നടത്തിയതിന് ശേഷം ഈ വ്യക്തി തന്നെ, സുബ്ബയ്യൻ എന്ന വണ്ടിത്താവളം സ്വദേശിയായ വ്യക്തി തന്നെയാണ് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഈ സ്ത്രീയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ആ ജില്ലാ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും തന്നെ ഇവരുടെ മരണം സംഭവിച്ചിരുന്നു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഈ സുബ്ബയ്യനിൽ സംശയം തോന്നുകയും പ്രതി അവിടെ പിടിച്ചു നിർത്തുകയും ചെയ്തു. തുടർന്ന് ഇന്നലെയൊക്കെ പ്രതിയെ ചോദ്യം ചെയ്ത സമയത്ത് പ്രതി പറഞ്ഞിരുന്നത് മറ്റൊരാൾ, ഒരു കാവി മുണ്ടും ചെക്ക് ഷർട്ടും ഒക്കെ ധരിച്ചിരുന്ന 50 വയസ്സ് പ്രായം തോന്നിയിരിക്കുന്ന ഒരാളുടെ കൂടെയായിരുന്നു ഈ സ്ത്രീ ഉണ്ടായിരുന്നത്. ആ വ്യക്തിയാണ് ഇത്തരത്തിൽ ഇവരെ കൊലപ്പെടുത്തിയിരിക്കുന്നതെന്ന് സംശയിക്കുന്നു എന്ന തരത്തിലൊക്കെ ആയിരുന്നു സുബ്ബയ്യൻ പോലീസിനോട് പറഞ്ഞിരുന്നത്. പിന്നീട് ഇന്നലെ വൈകിട്ടോടുകൂടെയാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. പാലക്കാട് യുവതിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിലായിരിക്കുന്നു. ASIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തത്. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.